ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ 3rd ചാപ്റ്ററിലെ 2nd ടോപ്പിക് ഷേപ്പ്. ഒരു 2-dimensional സ്പേസിൽ ഒരു ലൈൻ ട്രാവൽ ചെയ്യുന്ന കംപ്ലീറ്റ് പാത്തിന്റെ ഏരിയയാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു സ്ക്വയറോ സർക്കിളോ ട്രയാങ്കിളോ സ്റ്റാറോ ഇനി ഇത് ഒന്നുമല്ലാത്ത ഷേപ്പ് വേണമെങ്കിലും ആകാം. 2 ആയതുകൊണ്ട് തന്നെ ഒരു ഹൈറ്റും വിഡ്ത്തും ഒരു ഷേപ്പിനുണ്ടാകും. ഷേപ്പ് ചിലപ്പോൾ സോളിഡ് ഫില്ലായിരിക്കാം, അല്ലെങ്കിൽ ബോർഡർ അഥവാ സ്ട്രോക്ക് മാത്രമായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റൊരു ഷേപ്പിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നെഗറ്റീവ് സ്പേസിൽ ഉണ്ടാകുന്നതുമായിരിക്കാം. ഒരു ഡിസൈനിൽ ഡെക്കറേറ്റീവ് പർപ്പസിനോ സിംബോളിക് ആയിട്ടോ അല്ലെങ്കിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനോ ഇനി ഇതുമല്ലെങ്കിൽ ഇൻഫർമേഷനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഷേപ്പുകൾ ഉപയോഗിക്കാം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഷേപ്സ് ആണുള്ളത്: ജിയോമെട്രിക് ഷേപ്സ് ആൻഡ് ഓർഗാനിക് ഷേപ്സ്. ജിയോമെട്രിക് ഷേപ്സ് സ്കെയിൽ, കോമ്പസ് തുടങ്ങിയ മെക്കാനിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് ജിയോമെട്രിക് ആക്യുറസിയോട് കൂടി വരയ്ക്കുന്ന ഷേപ്പുകളെയാണ് ജിയോമെട്രിക് ഷേപ്പ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഫോം ചെയ്തതാണെന്നുള്ളൊരു ഫീലിംഗ് വരുന്നത് കൊണ്ട് ഇത് നമ്മുടെ ഡിസൈനിൽ ഒരു കൺട്രോളും ഓർഡറും ഉണ്ടെന്ന് യൂസറിനോട് സൂചിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ ഇത് ഡിസൈനിന് ഒരു പ്രൊഫഷണൽ ടച്ച് നൽകുകയും ചെയ്യും. ഓർഗാനിക് ഷേപ്സ് ഇറഗുലറും അല്ലെങ്കിൽ നാച്ചുറലുമായിട്ട് വരുന്ന ഷേപ്സിനെയാണ് ഓർഗാനിക് ഷേപ്സ് എന്ന് പറയുന്നത്. ഇത് മിക്കപ്പോഴും കോംപ്ലക്സും അല്ലെങ്കിൽ ചിലപ്പോൾ നേച്ചറിലുള്ള ഷേപ്പിനോട് റിസംബിൾ ചെയ്യുന്നതുമായിരിക്കും. നമുക്കറിയാം, നേച്ചറിൽ ഒന്നും തന്നെ പെർഫെക്റ്റ്ലി ജിയോമെട്രിക്കലി ആക്യുറേറ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ യൂസറുടെ ഇഷ്ടത്തിനും ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ച് നമുക്ക് ഓർഗാനിക് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ജിയോമെട്രിക് ഷേപ്പുകൾ ഒരു കൺട്രോളിങ് ഫീലാണ് തരുന്നതെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള ഷേപ്പുകൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കംഫർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡിസൈനർ എന്ന രീതിയിൽ നമുക്ക് ജിയോമെട്രിക് പ്രോപ്പർട്ടീസ് ചേർന്നതും ഓർഗാനിക് പ്രോപ്പർട്ടീസും ഉള്ളതുമായിട്ടുള്ള ഷേപ്സും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ ടെംപ്ലേറ്റിൽ എവിടെയൊക്കെയാണ് ഷേപ്പ് യൂസ് ചെയ്തേക്കുന്നത് എന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന, അതായത് ആ പ്രൈസ് ടാഗ്, അതൊരു റൗണ്ട് മടക്കി വെച്ചേക്കുന്ന പോലത്തെ ഒരു ഷേപ്പാണ്. അതേപോലെ തന്നെ അതിൽ ആ ഒരാളുടെ ഫോട്ടോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോം ചെയ്തേക്കുന്നത് ജിയോമെട്രിക്കും ഓർഗാനിക്കുമായിട്ടുള്ള ഷേപ്പായിട്ടാണ്. ആ ഒരു ഫോട്ടോയുടെ ഔട്ട്ലൈൻ ഒരു എക്സാക്റ്റ് സ്ക്വയർ ആണ്, അതായത് അതൊരു ജിയോമെട്രിക് ഷേപ്പാണ്. അതേസമയം അതിൽ ആളുടെ രൂപം ഫോം ചെയ്തേക്കുന്നത് ഓർഗാനിക് ഷേപ്പ് വെച്ചിട്ടാണ്. കൂടാതെ അതിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ 28 എന്ന് പറഞ്ഞ ഡേറ്റ് എഴുതിയേക്കുന്ന ബോക്സ്, അതൊരു ഓർഗാനിക് ഷേപ്പാണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ 2 സ്റ്റാർസ് യൂസ് ചെയ്തേക്കുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ സൺഡേ ഒക്ടോബർ 28 എന്നുള്ളിടത്ത് നമ്മൾ ഷേപ്പ് യൂസ് ചെയ്തേക്കുന്നത് ഇൻഫർമേഷനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ 2ാമത്തെ പേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഗുഡ് ന്യൂസ് എന്നുള്ളത് അതും ഒരു ജിയോമെട്രിക് ഷേപ്പാണ്. അതിൻ്റെ മുകളിലും താഴെയും അതുപോലെ ലെഫ്റ്റും റൈറ്റും സൈഡ് സെയിം ആണ്. അത് സെയിം അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു ഓർഗാനിക് ഷേപ്പായി മാറിയേനെ. അതേപോലെ അതിൻ്റെ ഇപ്പുറത്ത് ആ ക്രിസ്മസ് ഈസ് ഹിയർ എന്നുള്ളിടത്തുള്ള ആ ഒരു മാൻ്റെ ഷേപ്പ്, അത് ബേസിക്കലി ഒരു ഓർഗാനിക് ഷേപ്പാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫ് നമ്മൾ 2 ലൈൻസ് യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അതൊരു ക്ലോസ്ഡ് ഷേപ്പ് അല്ല, അതായത് അതിൻ്റെ താഴെ ആ ഗ്രാഫിൻ്റെ ബേസ് ലൈൻ ഉണ്ട്, മുകളിലേക്ക് ഗ്രാഫും ഉണ്ട്. അതൊരു ലൈൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ 2 സൈഡ് കവർ ആയേക്കണോണ്ട് ബേസിക്കലി ഒരു ഇമാജിനറി ഷേപ്പിൻ്റെ ഒരു ഫീൽ അതോടെ തരും. നമുക്ക് കാണാം ആ മല പോലെയുള്ള ഷേപ്പ്. അതിൻ്റെ റൈറ്റ് സൈഡും പ്രോപ്പറായിട്ട് ക്ലോസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ ഷേപ്പ് ആയേനെ. ഇപ്പോൾ ആക്ച്വലി അത് ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഫീല് നമുക്കവിടെ കിട്ടും. മാത്രമല്ല അവിടെ ആ ടെക്സ്റ്റ് നമ്മൾ അലൈൻ ചെയ്ത് വച്ചേക്കുന്നതൊക്കെ ഓരോരോ ചെറിയ ചെറിയ ബോക്സുകളായിട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ബേസിക്കലി ഓരോ റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. സോ ഷേപ്പ് എന്ന എലമെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് ആവശ്യത്തിന് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മുടെ വിഷ്വൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫോം ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.